നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5-ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. അവളെ ഒന്നും ചെയ്യില്ല സർലെ. വായടക്കടി ചായക്കടക്കാരി. നീ ആരാടി എന്നെ പേരെടുത്ത് വിളിക്കാൻ? നിങ്ങൾ പറഞ്ഞില്ലേ നിങ്ങളുടെ മകളെ ഒന്നും ചെയ്യരുതെന്ന്. അങ്ങനെ ഒന്ന് യാചിക്കാനോ കെഞ്ചാനോ ഉള്ള സമയം പോലും ഇവളെനിക്ക് തന്നില്ലല്ലോ. എന്റെ മകളിപ്പോ സെൻട്രൽ ജയിലിൽ തണുത്ത തറയിൽ കൊതുക് കടിയും മൂത്രത്തിന്റെ നാറ്റവും സഹിച്ച് കിടക്കുക. അതിനുള്ള പിഴ ഇവൾ ഒടുക്കണ്ടേ ശാരദേ? ഞാനെല്ലാം പറയാം. ഇരിക്കടി അവിടെ. നീ പറയണ്ട. പറയാൻ നിനക്കുള്ള സമയം അവസാനിച്ചു. ഇതൊന്നും നീ അറിയില്ലായിരുന്നു. അങ്ങനെയുള്ള കൃത്യമായ പ്ലാനിംഗ് ആയിരുന്നു എന്റേത്. ശാരദ നിന്ന നിൽപ്പിൽ ഈ ഭൂമിയിൽ നിന്ന് അങ്ങ് അപ്രത്യക്ഷമാകും. ആ ഒരു ദൗത്യം മാത്രമേ ഞാൻ മാർട്ടിനെ ഏൽപ്പിച്ചിരുന്നുള്ളൂ. നീ അടക്കമുള്ള മക്കളും സത്യഭാമയുടെ മകൻ വിഷ്ണുവിന്റെ സൈന്യവും ശാരദയെ ഈ ഭൂഗോളം മുഴുവൻ തെരയും. എന്നിട്ടും ആരും കാണില്ല. കാരണം എന്താ? ഈ ബംഗ്ലാവിന് പിന്നിലെ അക്വേഷ്യ മരക്കാട്ടിൽ മണ്ണിനടിയിൽ സുഖനിദ്ര പ്രാപിച്ചിരിക്കുകയല്ലേ ശാരദാമ്മ. പ്ലാനിംഗ് നടപ്പാക്കിയപ്പോ മാർട്ടിൻ ഒരു ചെറിയ കൈപ്പിഴ പറ്റി. ഇല്ലെങ്കിൽ നീ ഒന്നും ഇവിടെ എത്തില്ല. ഇവരുടെ കൂടെ കണ്ട കുഞ്ഞിന്റെ അടുത്ത് ഒരു അഭ്യാസം കാട്ടാൻ തോന്നി. നിങ്ങൾ പോയി ശാരദാമ്മേ. നിങ്ങളോട് വരാനോ പറഞ്ഞേ? എന്നെ പിടിക്കുന്നേ ഓരോ വരുന്നേ. അയ്യോ കുഞ്ഞ്. അയ്യോ മോനെ. ഒരു നിമിഷത്തെ ഒരു അബദ്ധം, അതാ എല്ലാം തൊലച്ച് കളഞ്ഞത്. കുഞ്ഞാണെങ്കിലും തൊട്ടത് രാജരക്തത്തെയാണെന്ന് മാർട്ടിൻ അറിഞ്ഞില്ല. കണക്ക് ചോദിച്ച് അത് പിന്നാലെ വരും. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.